നമ്മൾ കൂടുതലും മലയാളികൾ എരിവും പുളിയുള്ള ഭക്ഷണത്തോട് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഹോട്ടലിലാണെങ്കിൽ കുറച്ചുകൂടെ സ്പൈസി ആക്കാമോ, അപ്പോൾ കുറച്ച് അജിനോമോട്ടോ ആഡ് ചെയ്യാം, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ നമ്മളുടെ ഈ എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ എത്രത്തോളം നമ്മളുടെ വെയിറ്റ് കൂട്ടാൻ ഇതാവുന്നുണ്ട്? ഇതിനകത്ത് പല കാര്യങ്ങളാണ്. എരിവും പുളിയും, എങ്ങനെ എരിവ് നമ്മൾ കൊണ്ടുവരുന്നു, എങ്ങനെ പുളി നമ്മൾ കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. ഇപ്പോൾ എരിവിന് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുവരാം. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കാശ്മീരി മുളക് പൊടി എന്നുള്ള പേരിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചുവന്ന പൊടി കൊണ്ട് നിങ്ങൾക്ക് എരിവ് കൊണ്ടുവരാം. നേരെ പറഞ്ഞ കുരുമുളക് കൂട്ടും എരിവ് കൊണ്ടുവരാം. അപ്പോൾ പുളി എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്, ഈ പറഞ്ഞ രുചിയാക്കാൻ എന്താണ് നിങ്ങൾ ഏത് മസാലയാണ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെ നമ്മളുടെ ഫുഡ് കുക്ക് ചെയ്യുന്നു, എന്താണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളതാണ്. എരിവും പുളിയും അപ്പുറം എങ്ങനെ എരിവ് വന്നു, എങ്ങനെ പുളി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇപ്പം ഈ വെയിറ്റ് ഗെയിൻ എന്നുള്ളതിനെ ഒന്ന് ചുരുക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് തന്നെ അറിയാം, കൂടുതൽ എരിവും കൂടുതൽ പുളിയും കഴിക്കുമ്പോൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത്. നെഞ്ചെരിയുന്നു എന്ന് പറയും, വയറ് കത്തുന്നു എന്ന് പറയും, ബ്ലോട്ടിംഗ് ആണെന്ന് പറയും, അസിഡിറ്റി ഉണ്ട് എന്ന് പറയും. സോ അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറെൻ്റ് ആണ്. പക്ഷെ അധികമായിട്ടുള്ള എരിവോ അധികമായിട്ടുള്ള പുളിയോ ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമല്ല എന്നുള്ളത് മലയാളിയുടെ പൊതുബോധ്യമാണ്. അത് ഒരു ഡോക്ടർ വന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ, ഈ ആരോഗ്യവും രുചിയും തമ്മിൽ എവിടെയോ വെച്ചൊരു ഇന്ത്യയും പാകിസ്ഥാനുമായി പോയി. ശരിക്കും ആരോഗ്യവും രുചിയും ഇന്ത്യയും പാകിസ്ഥാൻ അല്ല. ശരിക്കും ആരോഗ്യവും രുചിയും എന്നുള്ളത് ഇന്ത്യയും നേപ്പാളുമാണ്. നമ്മൾ വളരെ അടുത്താണ്, വളരെ ക്ലോസ് ആണ് നമ്മൾ. പക്ഷേ അത് ഏതോ ഒരു മൊമെന്റിൽ രണ്ടായി പോവുകയും ഇപ്പം ആരോഗ്യം വേണോ രുചി വേണോ എന്നുള്ള രണ്ട് ഓപ്ഷനിലേക്ക് പോവുകയും ചെയ്തു. അതിൽ നിന്നാണ് ഈ ചോദ്യം പോലും വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവും ഈ പറയുന്ന രുചിയും രണ്ടല്ല. ഞാൻ രണ്ടും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം രുചികരമായിട്ട് കഴിക്കാൻ പറ്റും എന്ന് വിശ്വസിച്ച് അത് ഒരു പരിധി വരെ, പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു പരിധി വരെ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എല്ലാം അതിൻ്റെതായ കണക്കിൽ വന്നാൽ ഒരിക്കലും അത് ദോഷമാവില്ല.